ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചക്രമണി ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഞങ്ങൾ മാത്സ് ക്ലാസ്സുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്ക് വെച്ച് ഞങ്ങൾ നിർത്തിയതിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാമായിരിക്കും. കാരണം എന്താണ്, ഈ ക്ലാസ് അധികം വ്യൂ കുറവായിരുന്നു, മാത്സിൻ്റെ ക്ലാസ്സിന് അധികം വ്യൂ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ക്ലാസ് നിർത്തിയിട്ട് ബാക്കിയുള്ള ടോപ്പിക്കിലേക്ക് നമ്മൾ ഫോക്കസ് കൂടുതലായിട്ട് ചെയ്തത്. അപ്പോൾ അതിനകത്ത് ആളുകൾ ഒരുപാട് കാണുന്നുണ്ട്, പക്ഷേ മാത്സിന് ഒരുപാട് ആളുകൾ കുറച്ച് പേരെ കാണുന്നുള്ളൂ, ഒരുപാട് വ്യൂസ് കുറവായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ മാത്സ് ഒഴിവാക്കിയിട്ട് പകരം ബാക്കി കൂടുതൽ ക്ലാസ് നമ്മൾ ഏതിന് കൊടുത്തത്, GK പ്രിഫറൻസ് കൊടുത്തത്. ഇപ്പോഴും ഒരുപാട് ആളുകൾ മാത്സ് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞങ്ങൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണ്. നിങ്ങളുടെ സഹകരണം പോലെ ഇരിക്കും ഞങ്ങൾ ഈ ക്ലാസ് കണ്ടിന്യൂ ചെയ്യണോ, പ്രത്യേകിച്ച് മാത്സിൻ്റെ കാര്യം കണ്ടിന്യൂ ചെയ്യണോ വേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ മാക്സിമം കണ്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ക്ലിയർ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് ആരംഭിക്കാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വർക്ക് ആൻഡ് ടൈമുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ആൾറെഡി വർക്ക് ആൻഡ് ടൈമിൻ്റെ ഒരു പാർട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ബേസ് ആയിട്ടുള്ള കണക്കുകൾ മൊത്തം അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം പുതുതായിട്ട് കാണുന്നവർ ദയവേത് ആ വർക്ക് ആൻഡ് ടൈമും കൂടെ ജസ്റ്റ് കണ്ടതിന് ശേഷം മാത്രമേ ഇതിലേക്ക് വരാവൂ, ഈ വീഡിയോ കാണാനായിട്ട് നോക്കാവൂ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് നോക്കാൻ പോകുന്നത് സ്ഥിരമായിട്ട് ഒരു ഡിഗ്രി ലെവൽ എക്സാമിനൊക്കെ ചോദിച്ചു വരുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഡിഗ്രി മാത്രമല്ല, 10ാം ക്ലാസ്സിൻ്റെ മെയിൻസിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ചോദ്യങ്ങളാണ്. കാരണം ഇത്തവണ നമുക്കറിയാം LDCക്ക് എന്തില്ല, പ്രിലിംസ് ഇല്ല, ഡയറക്റ്റ് എന്താണ് നേരെ മെയിൻസ് എക്സാമിലേക്കാണ് കടന്നു പോകുന്നത്. അപ്പോൾ നോക്കുക, ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന ഇതെന്ന് പറയുന്നത് ശ്രദ്ധിച്ചോണം. അനു ഒരു ജോലി 10 ദിവസം കൊണ്ടും ബിനു അതേ ജോലി 20 ദിവസം കൊണ്ടും ചെയ്യുന്നു. അപ്പോൾ ഒരു ചോദ്യം നോക്കുക, അനു ഒരു ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യും? 10 ദിവസം കൊണ്ട് ചെയ്യും. ബിനു അതേ ജോലി 20 ദിവസം കൊണ്ടും ചെയ്യുന്നു. അനു ജോലി തുടങ്ങി 8 ദിവസം കഴിഞ്ഞ് പിരിഞ്ഞുപോയി. അനു ജോലി തുടങ്ങി 8 ദിവസം കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? പിരിഞ്ഞു പോയാൽ ബാക്കി ജോലി ബിനു എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും? ബാക്കി ജോലി ബിനു എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും? ഇമ്പോർട്ടന്റ് ചോദ്യമാണ്, നല്ല വൃത്തി നോക്കി വെച്ചോണം. കാരണം പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള നല്ലൊരു ചോദ്യമാണ്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: അനു ഒരു ജോലി 10 ദിവസം കൊണ്ടും ബിനു അതേ ജോലി 20 ദിവസം കൊണ്ടും ചെയ്യുന്നു. അനു ജോലി തുടങ്ങി 8 ദിവസം കഴിഞ്ഞ് പിരിഞ്ഞു പോയാൽ ബാക്കി ജോലി ബിനു എത്ര ദിവസം കൊണ്ട് തീർക്കും? ശ്രദ്ധിച്ചോണേ, അനു ഒരു ജോലി എത്ര ദിവസം കൊണ്ടാണ് ചെയ്യുന്നത്? 10 ദിവസം കൊണ്ടാണ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ബിനു അതേ ജോലി എത്ര ദിവസം കൊണ്ടും ചെയ്യുന്നുണ്ട്? 20 ദിവസം കൊണ്ടും ചെയ്യുന്നുണ്ട്. അതിനുശേഷം എന്താണ് പറഞ്ഞിരിക്കുന്നത്? അനു ജോലി തുടങ്ങി 8 ദിവസം കഴിഞ്ഞ് പിരിഞ്ഞു പോയി. ബാക്കി ജോലി ബിനു എത്ര ദിവസം കൊണ്ട് തീർക്കും? അല്ലേ? അപ്പോൾ ശ്രദ്ധിക്കേണ്ട കേസ്, രണ്ടുപേരും കൂടെ ഒരുമിച്ച് തന്നെ ഒരാളെ ജോലി തുടങ്ങിയുള്ളൂ. ആരാണ് ജോലി തുടങ്ങിയ ആള്? അനുവാണ് ജോലി തുടങ്ങിയ ആള്. അപ്പോൾ ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ട കേസ്, അനു എത്ര ദിവസം കൊണ്ടാണ് ജോലി ചെയ്ത് തീർക്കുന്നത്? ഒരു ജോലി കൊടുത്തു കഴിഞ്ഞാൽ 10 ദിവസം കൊണ്ട് ചെയ്യും. ആ സെയിം ജോലി ബിനുവിന് കൊടുത്തു കഴിഞ്ഞാൽ ബിനു എത്ര ദിവസം കൊണ്ടാണ് ചെയ്യുന്നത്? 20 ദിവസം കൊണ്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അനു 10 ദിവസം കൊണ്ട് ചെയ്യും, ബിനു 20 ദിവസം കൊണ്ട് ചെയ്യും. നമ്മൾ ആൾറെഡി ഇത് പഠിപ്പിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ എല്ലാത്തിനെയും എന്തെടുക്കുക? LCM എടുക്കുക. നമുക്ക് എല്ലാ LCM മെത്തേഡ് വെച്ച് തന്നെ പോവാം. നിങ്ങൾക്ക് എളുപ്പത്തിന് കിട്ടുന്ന മെത്തേഡ് അതാണ്. അപ്പോൾ നോക്കുക, 10ന്റെയും 20ന്റെയും LCM എത്ര തന്നെയാണ്? 20 തന്നെയാണ് LCM. 10ന്റെയും 20ന്റെയും LCM എത്ര തന്നെയാണ്? 20 തന്നെയാണ് LCM. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേസ്, നമ്മൾ എപ്പോഴും LCM എടുക്കുന്ന സമയത്ത് ഈ LCMന് ടോട്ടൽ വർക്ക് എന്ന് ആലോചിക്കുക. LCM എന്ത് ആലോചിക്കുക? ടോട്ടൽ വർക്ക് എന്ന് ആലോചിക്കുക. ഇങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കണക്കുകൾ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. വെറുതെ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യേണ്ട. ഒരേ ഒരു കാര്യം എടുക്കുക, ജോലിയുടെ ഡേയ്സ് എടുക്കുക, അതിനുശേഷം അത് വെച്ച് LCM കണ്ടുപിടിക്കുക. ആ LCM ആണ് ടോട്ടൽ വർക്ക് എന്നുള്ള കൺസെപ്റ്റ് വേണം ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ ടോട്ടൽ വർക്ക് എത്രയാണ്? 20 ആണെന്ന് ആലോചിക്കുക. ഇനി അതിനുശേഷം ഈ LCMന് ഓരോ ആളുകളുടെയും ദിവസം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 20/10 എത്ര നീട്ടും? നമുക്ക് 2 നീട്ടും. 20/10 എത്രയാണ്? 2. അടുത്ത് 20/20 എത്ര നീട്ടും? 1 കിട്ടും. ഇത്ര ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത്രയേ ഉള്ളൂ കാര്യം നോക്കേണ്ടത്. 20ന് ആദ്യം LCM എടുക്കുക. LCMന് ഓരോ ദിവസങ്ങൾ കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. അനുവിന്റെ ദിവസം എത്രയാണ്? 10 ദിവസം. അപ്പൊ 20/10 എത്രയാണ്? 2. അടുത്ത് 20/20 എത്രയാണ്? 1. നിങ്ങൾ ആലോചിക്കേണ്ടത് ഈ ഡിവൈഡ് ചെയ്ത കാര്യത്തിന് എഫിഷ്യൻസി എന്ന് ആലോചിക്കുക. ഈ ഡിവൈഡ് ചെയ്ത സംഖ്യ നമ്മൾ എന്തെന്ന് ആലോചിച്ചോണം? എഫിഷ്യൻസി, കഴിവെന്ന് ആലോചിച്ചോണം. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മോഡലിൽ വരണ ഏത് കണക്ക് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഒരേ ഒരു കാര്യം ആലോചിക്കുക, LCM എടുക്കുക. LCM നിങ്ങളുടെ ടോട്ടൽ വർക്കാണെന്ന് വിചാരിക്കുക. LCM എന്താണ്? ടോട്ടൽ വർക്കാണെന്ന് വിചാരിക്കുക. അതിനുശേഷം ആലോചിക്കേണ്ടത് അത് ഡിവൈഡ് ചെയ്യുക. ഓരോ ദിവസം കൊണ്ട് എന്ത് ചെയ്യുക? LCMനെ ഓരോ ദിവസം കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന സംഖ്യ നിങ്ങൾ എന്തെന്ന് വിചാരിക്കുക? എഫിഷ്യൻസി, കഴിവെന്ന് വിചാരിക്കുക. ഓരോ ആളുകളുടെയും കഴിവെന്ന് വിചാരിക്കുക. കാരണം ടോട്ടൽ വർക്ക് 20 ആണ്. അനു 10 ദിവസം കൊണ്ട് തീർക്കുമെങ്കിൽ ഒരു ദിവസം എത്ര വർക്ക് വെച്ച് ചെയ്യും? 2 വർക്ക് വെച്ച് ചെയ്യും. അപ്പൊ അനുവിന്റെ എഫിഷ്യൻസിയാണ് 2. ബിനുവിന്റെ എഫിഷ്യൻസി, ബിനു ആ ജോലി എത്ര ദിവസം കൊണ്ടേ ചെയ്യുന്നുള്ളൂ? 20 ദിവസം കൊണ്ടേ ചെയ്യുന്നുള്ളൂ. അപ്പൊ ടോട്ടൽ വർക്ക് 20 ആണ്. 20 വർക്ക് 20 ദിവസം കൊണ്ട് ചെയ്യുമെങ്കിൽ ദിവസം ഒരു വർക്ക് വെച്ചാണ് ചെയ്യുന്നത്. അപ്പം ബിനുവിന്റെ എഫിഷ്യൻസിയാണ് എത്രയെന്ന് പറയുന്നത്? 1 എന്ന് പറയുന്നത്. ഇനിയാണ് നമ്മൾ കണക്കിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇത്രയും കാര്യം ശ്രദ്ധിച്ചതിന് ശേഷം അടുത്ത് നോക്കേണ്ട പോയിന്റ്, അനുവാണ് ജോലി സ്റ്റാർട്ട് ചെയ്തത് എത്ര ദിവസം? 8 ദിവസം കഴിഞ്ഞ്. അനു ജോലി തുടങ്ങി 8 ദിവസം കഴിഞ്ഞ് പിരിഞ്ഞു പോയി. അപ്പം അനു എന്ന് പറയുന്ന ആള് എത്ര ദിവസം ജോലി ചെയ്തു? 8 ദിവസം ജോലി ചെയ്തു. അപ്പൊ അനു എത്ര വർക്ക് ചെയ്തു എന്ന് ആലോചിക്കുക. അനുവിന്റെ ജോലി എന്ന് പറയുന്നത് 8 ദിവസമാണ് അനു ജോലി ചെയ്തത്. ഒരു
ദിവസം എത്ര വർക്ക് വെച്ച് ചെയ്യുന്നുണ്ട് അനു? എഫിഷ്യൻസി നോക്കുക, 2 വർക്ക് വെച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ 8 × 2 സമയം എത്ര? 16. 8 × 2 എത്രയാണ്? 16 ജോലി ആര് ചെയ്യുന്നുണ്ട്? അനു ചെയ്യുന്നുണ്ട്. അവിടെ ശ്രദ്ധിച്ചോണം. അതിനുശേഷം നിങ്ങൾ ആലോചിക്കേണ്ട കേസ്, നമ്മുടെ ടോട്ടൽ വർക്ക് നമ്മൾ ആൾറെഡി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എത്രയാണ്? 20 വർക്കാണ് നമ്മൾ എഴുതി വെച്ചേക്കണം അല്ലേ? ടോട്ടൽ വർക്ക് എത്രയാണ്? 20 ആണ്. ഇനിയുള്ള പോയിന്റ് ആണ് നിങ്ങൾക്ക് ആലോചിക്കേണ്ടത്, റിമൈനിങ് വർക്ക്, ബാക്കി ജോലി എത്രയെന്ന് ആലോചിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ 8 ദിവസം അനു ജോലി ചെയ്തു, അപ്പം 16 വർക്ക് തീർന്നിട്ടുണ്ട്. ബാക്കി വർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി 20-ൽ നിന്ന്, ടോട്ടൽ വർക്കിൽ നിന്ന് അനു ചെയ്ത ജോലി കുറയ്ക്കുക. അപ്പൊ എത്രയെന്ന് കിട്ടും? നമുക്ക് 4 കിട്ടും. അപ്പൊ ഇനി ബാക്കി ചെയ്ത് തീർക്കേണ്ട ജോലി എത്രയാണ്? 4 ആണ്. ഈ 4 ജോലി ചെയ്യേണ്ടത് ആരാണ്? ബിനു ആണ് ചെയ്യേണ്ടത്. ബിനു ഒരു ദിവസം വെച്ച് എത്ര ജോലി വെച്ച് ചെയ്യും? 1 ജോലി വെച്ച് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ബിനു ചെയ്യുന്ന ദിവസം ചോദിച്ചു കഴിഞ്ഞാൽ, ബിനുവിന്റെ ദിവസങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, ബിനു ചെയ്യേണ്ട വർക്കിന്റെ ക്വാണ്ടിറ്റി എത്രയാണ്? 4 ആണ്. ബിനുവിന്റെ എഫിഷ്യൻസി എത്ര? 1. സമയം എത്രയെന്ന് കിട്ടും? 4 ദിവസം എന്ന് കിട്ടും. പറഞ്ഞ പോയിന്റ് പിടിക്കുക. അപ്പൊ ബിനു എത്ര ദിവസം കൊണ്ടാണ് ബാക്കി ജോലി ചെയ്തു തീർക്കുന്നത്? 4 ദിവസം കൊണ്ടാണ് ചെയ്തു തീർക്കുന്നത്. ഇപ്പൊ ഞാൻ കുറെ സ്റ്റെപ്പുകൾ എഴുതുന്നു. പക്ഷെ നിങ്ങൾക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഈ സ്റ്റെപ്പുകളെല്ലാം എന്ത് ചെയ്യാം? കുറച്ച് വരാം. അപ്പൊ ശ്രദ്ധിക്കേണ്ട കേസ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാണ്. നല്ല ക്ലിയർ ഓർത്ത് വെച്ചോണം, പക്കയായിട്ട് മനസ്സിലാക്കി വെച്ചോളാം. ഉറപ്പായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ് LDC അല്ലെങ്കിൽ ഏതെങ്കിലും എക്സാമിന്, ഇനിയുള്ള ഏത് എക്സാമിനും ചോദിക്കാൻ ചാൻസ് 100% ചാൻസ് ഉള്ള ചോദ്യമാണ്. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ട് മോഡൽ ചോദ്യമാണ്. അപ്പൊ നോക്കേണ്ട കേസ്, അനുവും ബിനുവും കൂടെ തന്നെ ജോലി പറയുന്നത്. അനു ഒരു ജോലി 10 ദിവസം കൊണ്ട് തീർക്കും, ബിനു ആ ജോലി 20 ദിവസം കൊണ്ടും ചെയ്യും. അപ്പോൾ അനു 10 ദിവസം, ബിനു 20 ദിവസം. ഇനി ശ്രദ്ധിക്കേണ്ട കേസ്, അനു 10 ദിവസം, ബിനു 20 ദിവസം കൊണ്ട് ചെയ്യുമെങ്കിൽ ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കുക. ദാറ്റ് മീൻസ് LCM കണ്ടുപിടിക്കുക. LCM നമുക്ക് എത്ര നീട്ടി? 20 നീട്ടി. ഓക്കെ ആണല്ലോ. അതിനുശേഷം ദിവസം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 20/10 എത്ര? 2. 20/20 എത്ര? 1. ഓക്കെ ആണല്ലോ. അപ്പം ആലോചിക്കുക, ഈ LCM ആണ് ടോട്ടൽ വർക്ക്. ആലോചിക്കേണ്ട ഒന്നാമത്തെ പോയിന്റ്, LCM എന്തോ അതാണ് ടോട്ടൽ വർക്ക്. ആ ഡിവൈഡ് ചെയ്ത് എഴുതുന്ന സംഖ്യ നമ്മൾ എന്ത് വിളിക്കും? എഫിഷ്യൻസി എന്ന് വിളിക്കും. ഓക്കെ ആണല്ലോ. ഇനി അനുവിന്റെ ജോലി എന്ന് പറയുന്നത്, അനു 8 ദിവസം ജോലി ചെയ്തു അല്ലെ? അനു എത്ര ദിവസം ജോലി ചെയ്തു? 8 ദിവസം ജോലി ചെയ്തിട്ട് പിരിഞ്ഞു പോയി. അപ്പൊ നോക്കുക, അനു 8 ദിവസം ചെയ്തെങ്കിൽ 8 × അനുവിന്റെ എഫിഷ്യൻസി എത്ര? 2, 16. ഓക്കെ ആണല്ലോ. ബാക്കിയുള്ള ജോലി എത്ര? 20 - 16. മൊത്തം വർക്ക് 20 ആണ്. അനു ചെയ്ത ജോലിയുടെ എണ്ണം 16. അപ്പൊ 20 - 16 വെച്ചാൽ എത്ര? 4. അങ്ങനെയാണെങ്കിൽ ബിനു എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നതാണ് ചോദ്യം. ബാക്കിയുള്ള വർക്ക് 4 ആണ്. 4 / ബിനുവിന്റെ എഫിഷ്യൻസി 1. സമയം എത്ര കിട്ടും? നമുക്ക് 4 ദിവസവും കിട്ടും. ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ. അപ്പൊ ഇതേ മോഡൽ നമുക്ക് ഒരു ചോദ്യം കൂടെ നോക്കാം. അപ്പൊ പണ്ടോട്ട് നമ്മൾ ഒരു മോഡൽ 2 ചോദ്യം വെച്ചാൽ ചെയ്ത് പഠിക്കണം. ഒരു ചോദ്യം ഞാൻ ചെയ്യും, 2ാമത്തെ ചോദ്യം നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി, അങ്ങനെ ഒരു മോഡലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ക്വസ്റ്റ്യൻ നോക്കുക, ആദ്യം വായിച്ചു നോക്കുക, എന്നിട്ട് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. അതിനുശേഷം മാത്രമേ വീഡിയോ ബാക്കി എന്ത് ചെയ്യാവും? പ്ലേ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ഇതൊക്കെ പഠിച്ചുകൊണ്ടെങ്കിൽ യാതൊരു കാര്യമില്ല. കാരണം ഈ ക്വസ്റ്റ്യൻ കണ്ടോട്ടെ നിങ്ങൾ എന്ത് ചെയ്യുക? സ്ട്രക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? കണക്ക് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. അതിനുശേഷം വീഡിയോ ഓൺ ആക്കുക. അപ്പോൾ ഞാൻ ബാക്കി ആൻസർ തുടങ്ങി തരും. ഓക്കെ ആണല്ലോ. അപ്പോൾ ആ ഒരു മോഡൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ എന്താവും? ക്ലിയർ ആവും. അപ്പോൾ നോക്കണേ, മനു ഒരു ജോലി 15 ദിവസം കൊണ്ടും നീതു അതേ ജോലി 20 ദിവസം കൊണ്ടും ചെയ്യുന്നു. അപ്പോൾ മനു 15, നീതു എത്ര ദിവസമാണ്? 20 ദിവസം കൊണ്ടാണ് ചെയ്യുന്നത്. നീതു ജോലി തുടങ്ങി 12 ദിവസം കഴിഞ്ഞ് പിരിഞ്ഞു പോയി. നീതു ജോലി തുടങ്ങി എത്ര ദിവസമാണ്? 12 ദിവസം കഴിഞ്ഞ് പിരിഞ്ഞു പോയാൽ ബാക്കി ജോലി മനു എത്ര ദിവസം കൊണ്ട് തീർക്കും? ശ്രദ്ധിച്ചോണേ. അപ്പൊ നോക്കുക, മനു ആണ് ജോലി തുടങ്ങിയത്. മനു ജോലി 15 ദിവസമാണ്. നീതു തുടങ്ങിയ എത്ര ദിവസമാണ്? 20 ദിവസം കൊണ്ട് തീരും. മനു 15 ദിവസം കൊണ്ട് തീർക്കും, നീതു 20 ദിവസം കൊണ്ട് തീർക്കും. എന്താണ് ഫസ്റ്റിങ് നോക്കുക, രണ്ടുപേരും കൂടെ എല്ലാ ജോലി തുടങ്ങിയത്. നീതു ജോലി തുടങ്ങി 12 ദിവസം കഴിഞ്ഞ് പിരിഞ്ഞു പോയി. എന്നുവെച്ചാൽ നീതു ആണ് ജോലി സ്റ്റാർട്ട് ചെയ്തത്. 12 ദിവസം കഴിഞ്ഞപ്പോൾ നീതു എന്ത് ചെയ്തു? പിരിഞ്ഞു പോയി. ബാക്കി ജോലി മനു എത്ര ദിവസം കൊണ്ട് തീർക്കും എന്നാണ് ചോദ്യം. ബാക്കി ജോലി മനു എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും എന്നാണ് ചോദ്യം. നോക്കുക, ക്ലിയർ ചെയ്ത് നോക്കിക്കോണം. അപ്പോൾ ആദ്യം നോക്കേണ്ടത് മനുവിന്റെ കേസാണ്. മനു എത്ര ദിവസം കൊണ്ടാണ് ജോലി ചെയ്യുന്നത്? 15 ദിവസം. അടുത്ത് നോക്കുക, നീതു എത്ര ദിവസം കൊണ്ടാണ് ജോലി ചെയ്യുന്നത്? 20 ദിവസം കൊണ്ട്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ രണ്ടിന്റെയും കൂടെ LCM എടുക്കുക. 15ന്റെയും 20ന്റെയും LCM എത്രയാണ് കിട്ടുന്നത്? 15ന്റെയും 20ന്റെയും LCM എന്ന് പറയുന്നത് 60. 15ന്റെ 20ന്റെ LCM എത്രയാണ്? 60. ഇങ്ങനെ മൈൻഡ് ചെയ്യാൻ കിട്ടാത്തവരുണ്ടെങ്കിൽ നേരിട്ട് അല്ലാതെ ചെയ്ത് നോക്കിക്കോണം. കാരണം നമ്മൾ ഇതിങ്ങനെ അന്നേ ഈ LCM പഠിപ്പിച്ചപ്പോഴേ ഒരു കാര്യം പറഞ്ഞായിരുന്നു, തന്നിരിക്കുന്ന സംഖ്യയിലെ ഏറ്റവും വലിയ സംഖ്യ ഏതോ അതിന്റെ ഗുണിതമായിരിക്കും എപ്പോഴും LCM. ഞാൻ ഒരു കൺസെപ്റ്റ് എടുക്കുന്നുള്ളൂ. 20ന്റെ ഗുണിതം നോക്കി, 20 × 2 40. 40നെ 15 കൊണ്ട് ഭാഗിക്കാൻ പറ്റുമോ നോക്കി? ഇല്ല. 40 കഴിഞ്ഞാൽ അതിന്റെ അടുത്ത ഗുണിതം എന്ന് പറയുന്നത് 60. 60നെ 15 കൊണ്ട് ഭാഗിക്കാലോ? 4 15 60. അതുകൊണ്ടാണ് ആ രീതി ഞാൻ എടുത്തത്. ഓക്കെ ആണല്ലോ. ഡൗട്ട് ഉള്ളവർ അല്ലാതെ തന്നെ ചെയ്തു നോക്കുക. ഞാൻ ഇവിടെ 5 കൊണ്ട് ചെയ്യും. 3 5 15, 4 5 20. 3 4 ചെയ്യാൻ വല്ല സംഖ്യ ഉണ്ടോ? ഇല്ല. 5 × 3 15, 15 × 4 60. ഓക്കെ ആണല്ലോ. ചെയ്ത് സ്പീഡായി കഴിഞ്ഞാൽ ഇതേപോലെ പെട്ടെന്ന് നമുക്ക് ആൻസറുകൾ എന്ത് ചെയ്യുള്ളൂ? മൈൻഡിൽ കിട്ടുള്ളൂ. അപ്പൊ ടോട്ടൽ വർക്ക് എത്ര? 60. 60/15 എത്ര? 4.
60/20 എത്ര? 3. ഇത്രയും ഓക്കെ ആണല്ലോ. ഇനി ശ്രദ്ധിക്കേണ്ട കേസ് ആലോചിക്കുക. ഫസ്റ്റ് നമ്മൾ എന്താ പറഞ്ഞത്? നീതുവാണ് ജോലി തുടങ്ങി 12 ദിവസം കഴിഞ്ഞ് പിരിഞ്ഞു പോയത്. അപ്പൊ ആരാണ് ജോലി തുടങ്ങി 12 ദിവസം കഴിഞ്ഞ് പിരിഞ്ഞു പോയത്? നീതു. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ നീതുവിന്റെ വർക്ക് അല്ലെങ്കിൽ നീതു എത്ര ജോലി ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർക്കേണ്ട പോയിന്റ് നീതു എത്ര ജോലി ചെയ്തു, അതാണ് നമ്മൾ അടുത്ത് കണ്ടുപിടിക്കേണ്ടത്. നീതു എത്ര ദിവസം ജോലി ചെയ്തു? 12 ദിവസം ജോലി ചെയ്തു. നീതുവിന്റെ എഫിഷ്യൻസി എത്രയാണ്? 3 ആണ്. അപ്പൊ 12 × 3 36 ജോലി മാത്രം ആര് ചെയ്തു? നീതു മാത്രം ചെയ്തു. ഓക്കെ ആണല്ലോ. ഇനി ശ്രദ്ധിക്കേണ്ട കേസ് ടോട്ടൽ വർക്ക് എത്രയുണ്ട്? 60 ആണ്. അടുത്ത് കണ്ടുപിടിക്കേണ്ടത് റിമൈനിങ് വർക്ക് അല്ലെങ്കിൽ ബാക്കി ജോലി എത്ര? റിമൈനിങ് വർക്ക് അല്ലെങ്കിൽ ബാക്കി ജോലി എത്രയാണ്? 60 - 36. 60 - 36 എത്രയെന്ന് കിട്ടും? 24 എന്ന് കിട്ടും അല്ലേ? 60 - 36 കുറച്ചാൽ എത്ര? 24. ഇത്ര 10 - 6 കുറച്ചാൽ 4. ഇനി 5 ഉള്ളൂ. 5 - 3 കുറച്ചാൽ 2. 24. റിമൈനിങ് വർക്ക് എത്രയാണ്? 24 ആണ്. ഇനി ശ്രദ്ധിക്കേണ്ട കേസ് റിമൈനിങ് വർക്ക് കിട്ടിയല്ലോ, 24 കിട്ടി. ആരാണ് ഈ ബാക്കിയുള്ള ജോലി ചെയ്ത് തീർക്കേണ്ടത്? മനുവാണ് ജോലി ചെയ്ത് തീർക്കേണ്ടത്. അപ്പൊ നോക്കാം, മനു എത്ര ദിവസം കൊണ്ട് ചെയ്യുന്നു എന്നറിയാൻ വേണ്ടി എന്ത് ചെയ്യുക? 24-നെ റിമൈനിങ് വർക്കിനെ മനുവിന്റെ എഫിഷ്യൻസി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 24/4 സമയം എത്ര? 6. അപ്പൊ എത്ര ദിവസം കൊണ്ടാണ് മനു ജോലി ചെയ്ത് തീർക്കുന്നത്? 6 ദിവസം കൊണ്ട് മനു ജോലി ചെയ്ത് തീർക്കും. ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ. അപ്പൊ ആ മോഡലിലുള്ള കണക്ക് എന്ത് ചെയ്യണം? തീർക്കുകയാണ്. അപ്പൊ നോക്കുക, ശ്രദ്ധിച്ച് നോക്കിക്കോണം. ഇമ്പോർട്ടന്റ് കണക്കാണ്. ക്ലിയർ ചെയ്ത് എന്ത് ചെയ്യുക? പഠിച്ചു വയ്ക്കുക. പറഞ്ഞേക്കുന്നത് എത്രയേ ഉള്ളൂ? മാനുവൽ ജോലി 15 ദിവസം കൊണ്ട് ചെയ്യും. നീതു ആ ജോലി 20 ദിവസം കൊണ്ട് ചെയ്യും. അങ്ങനെ ടോട്ടൽ വർക്ക് എത്ര? 60. എഫിഷ്യൻസി എത്ര? മനുവിന്റെ എഫിഷ്യൻസി 4, നീതുവിന്റെ എഫിഷ്യൻസി എത്ര? 3. ഇനി ആലോചിക്കേണ്ട പോയിന്റ്, നീതു എത്ര ദിവസം ജോലി ചെയ്യുന്നു? 12 ദിവസം ജോലി ചെയ്തതിനു ശേഷം പിരിഞ്ഞു പോയി. അപ്പൊ നീതുവിന്റെ വർക്ക് എന്നുള്ളത് 12 × 3 36. ഓക്കെ ആണല്ലോ. ഇനി ബാക്കി അപ്പൊ ജോലി എത്രയാണ്? ടോട്ടൽ വർക്ക് 60 ആണ്. 60 - 36 കുറയ്ക്കുക 24. ഓക്കെ ആണല്ലോ. മനു എത്ര ദിവസം കൊണ്ടാണ് ചെയ്ത് തീർക്കുന്നത്? 24 വർക്കാണ് മനു ചെയ്ത് തീർക്കേണ്ടത്. മനുവിന്റെ എഫിഷ്യൻസി എത്രയാണ്? 4. 24/4 എത്ര? 6 ദിവസം. ക്ലിയർ ആണല്ലോ. ഓക്കെ. നമുക്ക് ഇനി ആ മോഡൽ തന്നെ വരണം. വേറൊരു കണക്ക് നോക്കാം. ഇത്തിരി കൂടെ ഇമ്പോർട്ടൻ്റ് ആണ് അത്. നോക്കുക, എ ഒരു ജോലി 25 ദിവസം കൊണ്ടും ബി അതേ ജോലി 20 ദിവസം കൊണ്ടും ചെയ്യുന്നു. എ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യും? 25 ദിവസം കൊണ്ട് ചെയ്യും. ബി ആണെങ്കിൽ അതേ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യും? 20 ദിവസം കൊണ്ടും ചെയ്യും. അവർ ഒരുമിച്ച് ജോലി തുടങ്ങി. ശ്രദ്ധിക്കേണ്ട പോയിന്റ് അതാണ്. അവർ ഒരുമിച്ച് ജോലി തുടങ്ങി. നേരത്തെ എല്ലാം ഒരാൾ മാത്രമേ തുടങ്ങി വെച്ചോളൂ. ഇവിടെ എന്താണ്? അവർ ഒരുമിച്ച് ജോലി തുടങ്ങി 8 ദിവസങ്ങൾക്ക് ശേഷം പിരിഞ്ഞു പോയാൽ, അവർ ഒരുമിച്ച് ജോലി തുടങ്ങി 8 ദിവസങ്ങൾക്ക് ശേഷം പിരിഞ്ഞു പോയാൽ ബാക്കി ജോലി എ എത്ര ദിവസം കൊണ്ട് തീർക്കും? ഓക്കെ ആണല്ലോ. അവർ ഒരുമിച്ച് ജോലി തുടങ്ങി 8 ദിവസങ്ങൾക്ക് ശേഷം ആര് പിരിഞ്ഞു പോയി? ബി പിരിഞ്ഞു പോയാൽ ബാക്കി ജോലി എ എത്ര ദിവസം കൊണ്ട് തീർക്കും? ഒന്നുകൂടെ ചോദ്യം നോക്കിയാണേ. എ ഒരു ജോലി 25 ദിവസം കൊണ്ട് ചെയ്യും. ബി അതേ ജോലി 20 ദിവസം കൊണ്ടും ചെയ്യുന്നു. അവർ ഒരുമിച്ച് ജോലി തുടങ്ങി 8 ദിവസങ്ങൾക്ക് ശേഷം. അണ്ടർലൈൻ ചെയ്യേണ്ട പോയിന്റ്, ഒരുമിച്ച് ജോലി തുടങ്ങി 8 ദിവസങ്ങൾക്ക് ശേഷം ബി പിരിഞ്ഞു പോയി. ബാക്കി ജോലി എ എത്ര ദിവസം കൊണ്ട് ചെയ്യും? നേരത്തെ ചെയ്ത അതേ കൺസെപ്റ്റ്, അതേ മെത്തേഡ്, വേറെ ഒരു മാറ്റവും ഇല്ല. ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ള വ്യത്യാസം. അവർ ഒരുമിച്ചാണ് ജോലി തുടങ്ങിയത്. എത്ര ദിവസം അവർ ഒരുമിച്ച് ജോലി ചെയ്തു? 8 ദിവസം ഒരുമിച്ച് ജോലി ചെയ്തു. അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് വീണ്ടും കാര്യത്തിലേക്ക് വരാം. എ ഒരു ജോലി എത്ര ദിവസം കൊണ്ടാണ് ചെയ്യുന്നത്? 25 ദിവസം. ബി അതേ ജോലി എത്ര ദിവസം കൊണ്ടാണ് ചെയ്യുന്നത്? 20 ദിവസം കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പം ഇവരുടെ LCM എത്രയായിരിക്കും? 25, 20ന്റെ LCM. ഏറ്റവും വലിയ സംഖ്യ 25 അല്ലേ? ചുമ്മാ പറഞ്ഞു നോക്കാം. 25ന്റെ അടുത്ത ഏതാണ്? 50. 50ന് 20 കൊണ്ട് ഭാഗിക്കാൻ പറ്റുമോ? ഇല്ല. 50 കഴിഞ്ഞാൽ അടുത്ത 25ന്റെ ഗുണിതം ഏതാണ്? 75. 75ന് 20 കൊണ്ട് ഭാഗിക്കാൻ പറ്റുമോ? ഇല്ല. അടുത്ത ഗുണിതം ഏതാണ്? 100. 100ന് 20 കൊണ്ട് ഭാഗിക്കാൻ പറ്റുമോ? പറ്റുമല്ലോ. 5, 20, 100 അല്ലേ? അപ്പം നമ്മുടെ LCM എത്രയാണ്? 100. 100 മീൻസ് 100 ആണ് ടോട്ടൽ വർക്ക്. 100 എന്താണ്? ടോട്ടൽ വർക്കാണ് 100 എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി എഫിഷ്യൻസി നോക്കാം. 100/25 എത്ര കിട്ടും? 4 എന്ന് കിട്ടും. ഓക്കെ. അടുത്ത 100/20 എത്ര എന്ന് കിട്ടും? 5 എന്ന് കിട്ടും. ഇത്രയും നമ്മൾ നേരത്തെ ചെയ്തതിന് ഒരു മാറ്റവും ഇല്ല.
ഇനി ശ്രദ്ധിക്കേണ്ട കേസ്, അവർ ഒരുമിച്ചാണ് ജോലി തുടങ്ങിയത്. എയും ബിയും കൂടെ ഒരുമിച്ചാണ് ജോലി തുടങ്ങിയത്. അങ്ങനെയാണെങ്കിൽ എയും ബിയും കൂടെ ചെയ്ത് തീർത്ത ജോലിയുടെ അളവ് ഇതാണ് നമുക്ക് അറിയേണ്ടത്. എയും ബിയും കൂടെ ചെയ്ത് തീർത്ത ജോലിയുടെ അളവ്. എയുടെ എഫിഷ്യൻസി എത്ര? 4. ബിയുടെ എഫിഷ്യൻസി എത്ര? 5. അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യുമ്പോൾ അവരുടെ ടോട്ടൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്രയാണ്? 9 ആണ്. 9 വെച്ച് എത്ര ദിവസം ജോലി ചെയ്തു? 8 ദിവസം ജോലി ചെയ്തു അല്ലേ? ഒരുമിച്ച് അവർ എത്ര ദിവസം ജോലി ചെയ്തു? 8 ദിവസം ജോലി ചെയ്തു. 9 × 8 എത്ര? 9 × 8 72. 9 × 8 എത്ര? 72. അപ്പൊ എയും ബിയും കൂടെ ഒരുമിച്ച് 8 ദിവസം ജോലി ചെയ്തു. എയുടെ എഫിഷ്യൻസി 4, ബിയുടെ എഫിഷ്യൻസി 5. രണ്ടുപേരുടെയും കൂടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 4 + 5 എത്ര? 9. ഓർത്തോണം, എയുടെയും ബിയുടെ എഫിഷ്യൻസി എത്ര? 9. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചെയ്ത ദിവസത്തിന്റെ എണ്ണം 8. 9 × 8 അവർ ചെയ്ത് തീർത്ത വർക്ക് 72. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ബാക്കി ജോലി, റിമൈനിങ് വർക്ക് എന്ന് പറയുന്നത്, ബാക്കി ജോലി എന്ന് പറയുന്നത് 100 - 72. 100 - 72 സമയം എത്രയെന്ന് കിട്ടും? നമുക്ക് 28 എന്ന് കിട്ടും. 172 കുറച്ച് എത്ര കിട്ടും? 28. അപ്പൊ ബാക്കി ജോലി എന്ന് പറയുന്നത് എത്രയാണ്? 28 ആണ്. അങ്ങനെയാണെങ്കിൽ ബാക്കി ജോലി ആരാണ് ചെയ്തു തീർക്കേണ്ടത്? എ ആണ് ചെയ്തു തീർക്കേണ്ടത്. ബാക്കി ജോലി എ എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും എന്നാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ എ എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കി ജോലിയുടെ എണ്ണം ചോദിച്ചാൽ 28. എ ജോലി ചെയ്ത എഫിഷ്യൻസി, എയുടെ എഫിഷ്യൻസി എന്ന് ചോദിച്ചാൽ എത്രയാണ്? 4 ആണ്. എയുടെ എഫിഷ്യൻസി എത്രയാണ്? 4 ആണ്. 28/4 എത്രയുടെ? 7 ദിവസം. അപ്പോൾ അവർ എത്ര ദിവസം കൊണ്ടാണ് ജോലി ചെയ്ത് തീർക്കുന്നത്? ബാക്കിയുള്ള ജോലി 7 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. ഓക്കെ ആണോ? അപ്പം ഓക്കേണ്ട കേസ് ഇത്രയേ ഉള്ളൂ. ഒരു വലിയ പാടൊന്നും വരുന്ന ചോദ്യമല്ല. ഒരു ജോലി 25 ദിവസം കൊണ്ട് ചെയ്യും. ബി അതേ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യും? 20 ദിവസം കൊണ്ടും ചെയ്യുന്നു. അവർ ഒരുമിച്ച് ജോലി തുടങ്ങി. അവർ എങ്ങനെ ജോലി തുടങ്ങിയത്? ഒരുമിച്ചാണ് ജോലി തുടങ്ങിയത്. ജോലി തുടങ്ങി എത്ര ദിവസം ജോലി ചെയ്തു? 8 ദിവസം ജോലി ചെയ്തു. എൻ്റെ ആര് പിരിഞ്ഞു പോയി? ബി പിരിഞ്ഞു പോയി. ബി മതിയാക്കി പോയി. എനിക്ക് ജോലി ചെയ്യാൻ വയ്യെന്ന് തുടങ്ങി പിരിഞ്ഞു പോയി. ബാക്കി ജോലി ആരപ്പോൾ ചെയ്ത് തീർക്കേണ്ടി വരും? എ ഒറ്റയ്ക്ക് ചെയ്ത് തീർക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ആ എ എത്ര ദിവസം കൊണ്ടാണ് ബാക്കി ജോലി ചെയ്ത് തീർക്കുന്നത്? എ ടോട്ടൽ വർക്ക് ചെയ്ത ദിവസമല്ല ചോദിച്ചത്, ബാക്കി ജോലി എ എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ നോക്കുക, എയുടെ ജോലി എന്ന് പറഞ്ഞാൽ 25 ദിവസമാണ്. ഒരു ജോലി തീർക്കുക 25 ദിവസം വേണം. ബിക്ക് ആണെങ്കിൽ എത്ര മതി? 20 മതി. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വർക്ക് എത്ര? 100. അപ്പൊ നമ്മുടെ ടോട്ടൽ വർക്ക് എന്ന് എത്രയാണ്? 100 ആണ്. അത് ഓക്കെ ആണല്ലോ. ഇനി നോക്കുക, 100/25 എത്ര? 4. എയുടെ എഫിഷ്യൻസി എത്ര? 4. അതേപോലെ 100/20 ബിയുടെ എഫിഷ്യൻസി എത്ര? 5. ഇത്രയും ക്ലിയർ ആണ്. ഇനി നമുക്ക് തിരിച്ചു വരാം. എയും ബിയും കൂടെ ജോലി ചെയ്യുന്നു അല്ലെ? എത്ര ദിവസം ജോലി ചെയ്ത്? 8 ദിവസം ജോലി ചെയ്ത്. അപ്പൊ എയുടെയും ബിയുടെ എഫിഷ്യൻസി എത്ര? 9. 9 × 8 എത്ര? 72. ബാക്കി ജോലി എത്ര? 100 - 72 28. അങ്ങനെയാണെങ്കിൽ എ എത്ര ദിവസം കൊണ്ട് ആ ജോലി ചെയ്ത് തീർക്കും? 28 ആണ് ബാക്കിയുള്ള ജോലി. 28 എയുടെ എഫിഷ്യൻസി 4. സമയം എത്രയും കിട്ടും? 7 ദിവസം കിട്ടും. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ. നിങ്ങൾക്ക് ഇത്രയും ഒരു 4 ഇങ്ങനൊരു ചോദ്യം കൂടെ പറഞ്ഞു തരും. ബാക്കി നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറുകൾ വർക്കൗട്ട് ചെയ്ത് തന്നെ പഠിച്ചോണം. ഇതേപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ കിട്ടുന്നുണ്ട്. നിങ്ങളുടെ പഴയ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയാൽ മതി. ഇഷ്ടം പോലെ ചോദ്യമുണ്ട്. അതൊക്കെ ചെയ്തങ്ങ് പഠിച്ചോളുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഒരു ചോദ്യം കൂടെ നമുക്ക് നോക്കാം. ആ ചോദ്യം എങ്ങനെയാണ്? വിനു ഒരു ജോലി 60 ദിവസം കൊണ്ടും ഉണ്ണി അതേ ജോലി 40 ദിവസം കൊണ്ടും ചെയ്യുന്നു. ചോദ്യം എങ്ങനെയാണ്? വിനു ഒരു ജോലി 60 ദിവസം കൊണ്ടും ഉണ്ണി അതേ ജോലി 40 ദിവസം കൊണ്ടും ചെയ്യുന്നു. അവർ ഒരുമിച്ച് ജോലി തുടങ്ങി. അവർ എങ്ങനെയാണ് തുടങ്ങിയത്? ഒരുമിച്ചാണ് ജോലി തുടങ്ങിയത്. അവർ ഒരുമിച്ച് ജോലി തുടങ്ങി 20 ദിവസങ്ങൾക്ക് ശേഷം. അവർ ഒരുമിച്ച് ജോലി തുടങ്ങി 20 ദിവസങ്ങൾക്ക് ശേഷം ഉണ്ണി പിരിഞ്ഞുപോയി. ആരാണ് പിരിഞ്ഞു പോയത്? ഉണ്ണിയാണ് പിരിഞ്ഞു പോയത്. ബാക്കി ജോലി വിനു എത്ര ദിവസം കൊണ്ട് തീർക്കും? അപ്പോൾ ഒരുമിച്ച് ജോലി തുടങ്ങി. ആര് പിരിഞ്ഞു പോയി? ഒരാൾ പിരിഞ്ഞു പോയി. ഉണ്ണി പിരിഞ്ഞു പോയി അല്ലെ? ഉണ്ണി പിരിഞ്ഞു പോയിട്ട് ബാക്കി ജോലി ആര് ചെയ്യാൻ ഇറങ്ങിയിരിക്കുന്നത്? വിനുവിൻ്റെ കൂടെ ചെയ്യാൻ ഇറങ്ങിയത്. വിനു എത്ര ദിവസം കൊണ്ട് തീർക്കും എന്നാണ് ചോദ്യം. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് കാര്യത്തിലോട്ട് വരാം. ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഇതാണ്. വിനു ഒരു ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യും? 60 ദിവസം കൊണ്ട് ചെയ്യും. വിനു ഒരു ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യും? 60 ദിവസം കൊണ്ട് ചെയ്യും. ഉണ്ണി അതേ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യും? 40 ദിവസം കൊണ്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ രണ്ടിൻ്റെയും കൂടെ എൽസിയം എത്രയായിരിക്കും? ആലോചിച്ച് നോക്കുക. ഏറ്റവും വലിയ സംഖ്യ ഏത്? 60 അല്ലേ? എല്ലാത്തിൻ്റെ അവസാനം 0 ഉണ്ടല്ലേ? അപ്പൊ 6ന്റെ മാത്രം നിങ്ങൾ നോക്കി. 6ന്റെയും 4ന്റെയും കൂടെ എൽസിയം മാത്രം നോക്കിയാൽ മതി. 6 അപ്പം 1 6 6. 4 കൊണ്ട് ഭാഗിക്കാൻ പറ്റൂലല്ലോ. 2 6 12. 4 കൊണ്ട് ഭാഗിക്കാൻ പറ്റുമോ? പറ്റും അല്ലേ? അപ്പൊ 12 എന്ന് എഴുതുക. 2ന്റെ അവസാനം ഒരു 0 കൂടെ ഉള്ളത് 120 കൊടുക്കുക എൽസിയം.
LCM എത്രയാണ് 120. 2ന്റെ അവസാനം 0 ഉണ്ട്, അപ്പോൾ ഒരു 0 എന്തായാലും വേണം. 6ന്റെ 4ന്റെ LCM, 6ന്റെ 5 കൂടി പറയുക. ഒരു 6 6 6നെ 4 കൊണ്ട് ഭാഗിക്കാൻ പറ്റുമോ? ഇല്ല. 2 6 12, 4 കൊണ്ട് ഭാഗിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ LCM 12, അപ്പോൾ ടോട്ടൽ LCM 120. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടോട്ടൽ വർക്കായി. ടോട്ടൽ വർക്ക് എത്രയാണ്? 120. TW എന്ന് പറയുമ്പോൾ ടോട്ടൽ വർക്ക് എത്രയാണ്? 120. ഇനി ശ്രദ്ധിക്കേണ്ട കേസ്, 120നെ 60 കൊണ്ട് ഭാഗിക്കുക, എത്ര കിട്ടും? 2 കിട്ടും. അടുത്ത 120നെ 40 കൊണ്ട് ഭാഗിച്ച എത്ര കിട്ടും? 3 കിട്ടും. അപ്പോൾ ആലോചിച്ച് നോക്കിയേ, 2 3. ഓക്കെ, അപ്പൊ വിനുവിന്റെ എഫിഷ്യൻസി എത്ര? 2. ഉണ്ണിയുടെ എഫിഷ്യൻസി എത്ര? 3. അവർ ഒരുമിച്ച് ജോലി തുടങ്ങി. എത്ര ദിവസം അവർ ഒരുമിച്ച് ജോലി ചെയ്തു? 20 ദിവസം ഒരുമിച്ച് ജോലി ചെയ്തു. അപ്പൊ നോക്കുക, അപ്പം ആരൊക്കെയാണ്? വിനുവും ഉണ്ണിയും. വിയു എന്നിട്ട് കഴിഞ്ഞാൽ മറക്കല്ലേ, TV പേരൊന്നുമല്ല, വിനുവും ഉണ്ണി. ഓക്കെ ആണല്ലോ, വിനുവും ഉണ്ണിയും കൂടെ എത്ര ദിവസം ജോലി ചെയ്തു? 20 ദിവസം ഒരുമിച്ച് ജോലി ചെയ്തു. ഓക്കെ ആണല്ലോ, അങ്ങനെയാണെങ്കിൽ 20 ദിവസം അവരുടെ ടോട്ടൽ എഫിഷ്യൻസി എത്ര? 2 + 3 5. അപ്പൊ 20 × 5, അപ്പൊ മൊത്തം വർക്ക് എത്ര? 100 വർക്ക് കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത് നോക്കേണ്ട റിമൈനിങ് വർക്ക്, ബാക്കി ജോലി എത്രയാണ് നോക്കുക. റിമൈനിങ് വർക്ക് എന്ന് പറയുമ്പോൾ ടോട്ടൽ വർക്ക് എത്ര? 120. 120 - 100 സമയം എത്ര? 20. ആ ബാക്കി ജോലി ആരാണ് ചെയ്ത് തീർക്കേണ്ടത്? വിനു ആണ് ചെയ്ത് തീർക്കേണ്ടത്, അല്ലേ? അങ്ങനെയാണെങ്കിൽ വിനു എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും? വിനുവിന്റെ ദിവസം. അപ്പൊ അറിയാം, നോക്കാം, റിമൈനിങ് വർക്ക് 20. വിനുവിന്റെ എഫിഷ്യൻസി എത്ര? 2. 20/2 10. ബാക്കി ജോലി അപ്പൊ എത്ര ദിവസം കൊണ്ടായിരിക്കും ചെയ്ത് തീർക്കുന്ന വിനു? 10 ദിവസം കൊണ്ടായിരിക്കും ചെയ്ത് തീർക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ നേരത്തെ ചെയ്ത അതേ മോഡൽ ഒരു കണക്കൂടെ ഇട്ടുന്നേ ഉള്ളൂ. വിനു ഒരു ജോലി 60 ദിവസം കൊണ്ട് തീർക്കും, ഉണ്ണി അതേ ജോലി 40 ദിവസം കൊണ്ട് ചെയ്യും. അവർ ഒരുമിച്ച് ജോലി തുടങ്ങി. 20 ദിവസത്തിന് ശേഷം ഉണ്ണി പിരിഞ്ഞു പോയി. അപ്പോൾ നോക്കാം, വിനു 60 ദിവസം, ഉണ്ണി 40 ദിവസം. ടോട്ടൽ വർക്ക് LCM എടുക്കുക 120. വിനുവിന്റെ എഫിഷ്യൻസി 2, ഉണ്ണിയുടെ എഫിഷ്യൻസി 4. രണ്ടുപേരും കൂടെ 20 ദിവസം ജോലി ചെയ്തു. 20 ദിവസം ജോലി ചെയ്യുമ്പോൾ രണ്ടുപേരുടെ ടോട്ടൽ എഫിഷ്യൻസി എന്നുള്ളത് 5. 20 × 5 100. 20 × 5 എത്രയാണ്? 100 ആണ്. ഓക്കെ ആണല്ലോ? ബാക്കി റിമൈനിങ് വർക്ക് എന്ന് പറയുന്നത് ടോട്ടൽ വർക്ക് എത്ര? 120. 120 100 കുറയ്ക്കുക 20. ബാക്കി ജോലിയാണ് 20 ജോലിയാണ്. ആ 20 ജോലി ആരാണ് ചെയ്തു തീർക്കേണ്ടത്? വിനു ആണ് ചെയ്തു തീർക്കേണ്ടത്. വിനുവിന്റെ നോക്കുമ്പോൾ 20/2 10 ദിവസം. ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ? ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ പറയുക. നമുക്ക് ഒന്നുകൂടെ എന്ത് ചെയ്യാം, ഇത് ക്ലിയർ ചെയ്ത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അടുത്ത് നമുക്ക് നോക്കേണ്ടത് വേറൊരു മോഡലാണ്. നമ്മളിപ്പോൾ ഇതുവരെ പഠിച്ച റിമൈനിങ് വർക്ക് വെച്ച് ചെയ്യുന്ന കണക്കുകളാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് സ്ഥിരമായിട്ട് ചോദിക്കാം, ഡിഗ്രി ലെവലിലും അതേപോലെ LDC +2 ലെവലൊക്കെ ചോദിച്ച് അവർ പലരെയും തെറ്റിക്കാൻ ടൈപ്പുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മോഡൽ ഞാൻ ഇന്ന് പറഞ്ഞുതരാം, ബാക്കിയുള്ള മോഡലിങ് അടുത്ത ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കേസ്, ചോദ്യം ഇതാണ്: 4 പുരുഷന്മാരോ 6 സ്ത്രീകളോ, 4 പുരുഷന്മാരോ 6 സ്ത്രീകളോ ഒരു ജോലി 12 ദിവസം കൊണ്ട് ചെയ്യുന്നു. 4 പുരുഷന്മാരോ 6 സ്ത്രീകളോ ഒരു ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യും? 12. അപ്പോൾ 4 പുരുഷന്മാർ അല്ലെങ്കിൽ 6 സ്ത്രീകൾ, 4 പുരുഷന്മാർക്ക് 12 ദിവസം വേണം, അതേപോലെ 6 സ്ത്രീകൾക്ക് എത്ര ദിവസം വേണം? 12 ദിവസം കൊണ്ട് ചെയ്യും. എങ്കിൽ 4 പുരുഷന്മാരും 12 സ്ത്രീകളും കൂടെ ഒരുമിച്ച് ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യുന്ന ചോദ്യം. പറഞ്ഞ ചോദ്യം പിടിയിട്ടോ? നോക്കുക, 4 പുരുഷന്മാരോ 6 സ്ത്രീകളോ ഒരു ജോലി 12 ദിവസം കൊണ്ട് ചെയ്യുന്നു. എങ്കിൽ 4 പുരുഷന്മാരും 12 സ്ത്രീകളും, 4 പുരുഷന്മാരും 12 സ്ത്രീകളും കൂടെ ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യും? ഒരുമിച്ച് ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യും? ഓക്കെ ആണല്ലോ? നിങ്ങൾ ഇവിടെ ചിന്തിക്കേണ്ട കേസ് ഇതിനെയാണ് നമ്മൾ ഓർ ആൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയും. 4 പുരുഷന്മാർ ഓർ എന്താണ്? 6 സ്ത്രീകൾ. 4 പുരുഷന്മാർ ഓർ 6 സ്ത്രീകൾ. 4 പുരുഷന്മാരോ 6 സ്ത്രീകളോ എത്ര ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി? 12 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി. 4 പുരുഷന്മാരും പിന്നെ എത്രയാണ്? 12 സ്ത്രീകളും കൂടെ എത്ര ദിവസം കൊണ്ട് ചെയ്യും? ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ്റെ കേസ്. 4 പുരുഷന്മാർ ഓർ 6 സ്ത്രീകൾ എത്ര ദിവസം കൊണ്ട് ചെയ്യും? 12 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി. 4 പുരുഷന്മാരും 12 സ്ത്രീകളും കൂടെ എത്ര ദിവസം കൊണ്ട് ചെയ്യും? 4 പുരുഷന്മാരും 12 സ്ത്രീകളും കൂടെ എത്ര ദിവസം കൊണ്ട് ചെയ്യും? ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ നോക്കിയതാ? ഓക്കെ ആണല്ലോ? ഇനി നിങ്ങൾ ചിന്തിക്കേണ്ട കേസ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യം അതേപോലെ അങ്ങ് എടുത്ത് എഴുതിയാൽ മതി. 4 പുരുഷന്മാർ ഓർ 6 സ്ത്രീകൾ എത്ര ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി? 12 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി. ഇവിടെ ഓറാണ്, ഓറിൻ്റെ കേസ് ആദ്യം എഴുതിക്കണം. 4 പുരുഷന്മാരോ 6 സ്ത്രീകളോ 12 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി. രണ്ടാമത്തെ സെക്ഷൻ എഴുതുന്നത് കണ്ടുപിടിക്കേണ്ടതാണ്. 4 പുരുഷന്മാരും 12 സ്ത്രീകളും കൂടെ എത്ര ദിവസം കൊണ്ട് ചെയ്യും? ഈ ക്വസ്റ്റ്യനിലുള്ള കാര്യം ഞാൻ അതേപോലെ എടുത്തെഴുതി. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ?
ഇല്ലല്ലോ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ഒരേ ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ മതി. ഇവിടെ തന്നിട്ടുള്ള കേസ് ഉണ്ടല്ലോ, ഈ ഓറിട്ട് തന്നേക്കുന്ന കാര്യം ഉണ്ടല്ലോ, എന്താണ് 4 × 6 4 6 12 ഓറിട്ട് തന്നേക്കുന്ന കാര്യം ഉണ്ടല്ലോ. 4 പുരുഷന്മാരോ 6 സ്ത്രീകളോ 12 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി. ഓക്കെ, നിങ്ങൾ ഇതിനെ നേരെ അങ്ങ് എടുത്തെഴുതി ഗുണിക്കുക. 4 × 6 × 12 4 × 6 × 12. ഇനിയാണ് നിങ്ങൾ ചിന്തിക്കേണ്ട, അല്ലെങ്കിൽ ആലോചിച്ച് വെച്ച് എവിടെയെങ്കിലും എഴുതി വെച്ചോ പഠിച്ചു ചെയ്യേണ്ട ഒരു കേസ്. ക്രോസ് ചെയ്ത് ഗുണിക്കുക. അത് താഴേന്ന് മുകളിലോട്ടേ ക്രോസ് ചെയ്യാവൂ. എപ്പോഴും ആലോചിച്ചോണം. ക്രോസ് ചെയ്ത് എന്ത് ചെയ്യുക? ഗുണിക്കുക. 12 × 4 എത്ര? 48. 6 × 4 എത്ര? 24. എങ്ങനെ നോക്കേണ്ടത്? 12 × 4 എത്ര? 48. 4 × 6 എത്ര? 24. രണ്ടും കൂടെ അങ്ങ് പ്ലസ് ചെയ്യുക. ക്രോസ് ചെയ്ത് ഗുണിച്ചിട്ട് എന്ത് ചെയ്യുക? പ്ലസ് ചെയ്യുക. അപ്പൊ എത്രയായിട്ട് നിങ്ങൾക്ക് 72 കിട്ടും. അതുകൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്താൽ മാത്രം മതി. ആൻസറായി. ആലോചിക്കേണ്ട കേസ് എന്താ ഞാൻ പറഞ്ഞത്? ആദ്യം ആ ഓറിട്ട് പറഞ്ഞേക്കുന്ന കേസുകൾ മൊത്തം എഴുതാൻ ഗുണിക്കുക. 4 × 6 × 12. അതിനുശേഷം ആലോചിക്കേണ്ട കേസ് താഴേന്ന് മുകളിലോട്ട് ക്രോസ് ചെയ്യണം. 4 × 6 24. 12 × 4 എത്ര? 48. ഇത് രണ്ടും കൂടെ അങ്ങ് എന്ത് ചെയ്യുക? എഴുതി അങ്ങ് കൂട്ടുക. കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. നിങ്ങൾ ചിന്തിക്കുന്ന കേസ് നോക്കാം. 4 × ഇപ്പൊ എന്തോ 12 കൊണ്ട് 72 വെട്ടാം. 6 പ്രാവശ്യം. 6ഉം 6ഉം കൂടെ വെട്ടിയ പിന്നെ ബാക്കി ഏത് സംഖ്യ മാത്രമേ നമുക്ക് ഇങ്ങനെ ഇവിടെ ഉള്ളൂ? 4 മാത്രമേ ഉള്ളൂ. ആൻസറായി 4 ദിവസം. അപ്പൊ ഇവർ രണ്ടും കൂടെ ഒരുമിച്ച് ജോലി ചെയ്ത് എങ്ങനെയാണ്? 4 പുരുഷന്മാരും 12 സ്ത്രീകളും കൂടെ ഒരുമിച്ച് ജോലി ചെയ്ത് കഴിഞ്ഞാൽ ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും? 4 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. സിമ്പിൾ അല്ലേ കണക്ക്? ഓർക്കുക, കണക്കിന്റെ മോഡൽ ശ്രദ്ധിച്ചോണം. ഇത് ഏത് കണക്കാണ്? ഓറും ആൻഡും വരുന്ന കണക്കാണ്. 4 പുരുഷന്മാരോ 6 സ്ത്രീകളോ 12 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി. 4 പുരുഷന്മാരല്ലെങ്കിൽ 6 സ്ത്രീകൾ. 4 പുരുഷന്മാർക്ക് 12 ദിവസം മതി. അല്ലെങ്കിൽ 6 സ്ത്രീകൾക്ക് ആ ജോലി എത്ര ദിവസം മതി? 12 ദിവസം മതി. രണ്ടും കൂടെ ഒരുമിച്ചാണ്. 4 പുരുഷന്മാരും 12 സ്ത്രീകളും കൂടെ ഒരുമിച്ച് ആ ജോലി ചെയ്യുമെങ്കിൽ എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കാം? ഓക്കെ ആണല്ലോ. അപ്പൊ ഒരുമിച്ച് കാണുമ്പോൾ നോക്കണം. ആദ്യം ഓറിട്ടുള്ള സംഭവങ്ങൾ മൊത്തം എടുത്ത് എഴുതുക. 4 പുരുഷന്മാർ ഓർ 6 സ്ത്രീകൾ 12 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി. 4 പുരുഷന്മാരും 12 സ്ത്രീകളും കൂടെ ഒരുമിച്ച് എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും? അതല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? നേരെ ക്രോസ് ചെയ്യുക. ക്രോസ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം മുകളിലേക്ക് ഓറിട്ട് പറഞ്ഞേണ്ട കേസുകളെല്ലാം കൂടെ നേരിട്ട് ഗുണിച്ചെഴുതുക. 4 × 6 × 12. അതിനുശേഷം താഴെ നിന്ന് മുകളിലോട്ട് ക്രോസ് ചെയ്യുക. 4 × 6 24. 12 × 4 എത്ര? 48. എന്നിട്ട് രണ്ടും കൂടെ അങ്ങ് കൂട്ടുക. 48 + 24 എത്ര? 72. ഇനി ഡിവൈഡ് നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. എത്ര ദിവസമാണ്? 4 ദിവസം. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? അതേപോലെ നമുക്ക് ഒരു കണക്കൂടെ എന്ത് ചെയ്യാം? ചെയ്തു നോക്കാം. ചോദ്യം ഇതാണ്. 5 പുരുഷന്മാരോ 9 സ്ത്രീകളോ ഒരു ജോലി 19 ദിവസം കൊണ്ട് ചെയ്യുന്നു എങ്കിൽ 3 പുരുഷന്മാരും 6 സ്ത്രീകളും ഒരുമിച്ച് ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യും? ചോദ്യം എങ്ങനെയാണ്? 5 പുരുഷന്മാരോ 9 സ്ത്രീകളോ ഒരു ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യും? 19 ദിവസം കൊണ്ട് ചെയ്യുന്നു എങ്കിൽ 3 പുരുഷന്മാരും 6 സ്ത്രീകളും ഒരുമിച്ച് ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യും? ഓക്കെ ആണല്ലോ? ശ്രദ്ധിക്കേണ്ട കേസ് നോക്കിക്കോണം. 5 പുരുഷന്മാർ ഓർ 9 സ്ത്രീകൾ. 5 പുരുഷന്മാർ ഓർ 9 സ്ത്രീകൾ എത്ര ദിവസം കൊണ്ട് ചെയ്യും? 19 ദിവസം കൊണ്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ 3 പുരുഷന്മാരും എത്രയാണ്? 3 പുരുഷന്മാരും 6 സ്ത്രീകളും കൂടെ എത്ര ദിവസം കൊണ്ട് ചെയ്യും? ഇതാണ് ചോദ്യം. ഓറും ആൻഡും. ആ പ്ലസ് എന്ന് പറയുമ്പോൾ ആൻഡ് ആയിട്ട് കൺസെപ്റ്റ് ചെയ്യുക. 5 പുരുഷന്മാർ ഓർ 9 സ്ത്രീകൾ 19 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി. 3 പുരുഷന്മാരും 6 സ്ത്രീകളും കൂടെ എത്ര ദിവസം കൊണ്ട് ചെയ്യും? ഇതാണ് ചോദ്യം. ഓക്കെ ആണല്ലോ? ശ്രദ്ധിക്കേണ്ട കേസ് ആദ്യം നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ അതേപോലെ എഴുതുക. 5 പുരുഷന്മാരോ 9 സ്ത്രീകളോ 19 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി. അടുത്ത് എന്താ പറഞ്ഞേക്കുന്നത്? 3 പുരുഷന്മാരും 6 സ്ത്രീകളും കൂടെ ചേർന്ന് എത്ര ദിവസം കൊണ്ട് ചെയ്യും? ഓക്കെ ആണല്ലോ? എന്ത് ചെയ്യുക? ഫസ്റ്റ് മോൾ എഴുതിയ എല്ലാം കൂടെ ഗുണിക്കുക. 5 × 9 × 19. ഡൗട്ട് ഇല്ലല്ലോ? മോളിലേക്ക് ആ ഓറിട്ട് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ എല്ലാം കൂടെ അങ്ങ് ഗുണിക്കുക. 5 × 9 × 19. ഇനി എന്ത് ചെയ്യുക? താഴേന്ന് മുകളിലോട്ട് ഗുണിക്കുക. ഓക്കെ ആണല്ലോ? ഇത് ഗുണിക്കാനുള്ള കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കണക്കുകൾ വരുന്നുണ്ട്. ചില കണക്കുകൾ നമുക്ക് ഇവിടെ മൈനസ് ഇട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അത് നമുക്ക് എന്തായാലും PSC ഇതുമായിട്ട് ചോദിച്ചിട്ടില്ല. SSCയിൽ ആ മോഡൽ കണക്കുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ താഴേന്ന് മുകളിലോട്ട്, അത് എന്ന് വെച്ചാൽ ആ ഒരു കൺസെപ്റ്റ് ഞാൻ ആൾറെഡി എന്ത് ചെയ്തതാണ് അങ്ങനെയാണ് ഓർത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയാം താഴേന്ന് മുകളിലോട്ട് ഗുണിക്കുക. നമുക്ക് അതേപോലത്തെ കണക്കുകൾ ഞാൻ പറഞ്ഞു തരാം പിന്നീടുള്ള ക്ലാസ്സുകളിൽ. കാരണം ആ ഒരു കണ്ടീഷൻ വരുന്ന കണക്കുകൾ ഉണ്ട്. അപ്പൊ നമുക്ക് ഗുണിച്ച് നോക്കാം. 6 × 5 എത്ര? 30. 3 × 9 എത്ര? 27.
ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ നോക്കണം 30+27 എത്രയെന്ന് കിട്ടും? 57 കിട്ടും. ഓക്കെ ആണല്ലോ. 30+27 എത്രയാണ്? 57. സാധാരണ ചിലർ മിക്കവാറും താഴോട്ടാണ് ഗുണിക്കുന്നത്. അത് താഴോട്ട് ഗുണിച്ചാലും സെയിം ആൻസർ അല്ലേ കിട്ടുമെന്ന് ചോദിക്കും. കുഴപ്പം പറയാം. 5 × 6 ഗുണിക്കുമ്പോൾ 30 നിങ്ങൾ ഇവിടെ എഴുതുള്ളൂ. 9 × 3 ഗുണിക്കുമ്പോൾ നിങ്ങൾ 27 ഇവിടെ എഴുതുള്ളൂ. വ്യത്യാസം എടുക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഡൗട്ട് വരും. അപ്പോൾ ആ ഒരു പ്രോബ്ലം ഒഴിവാക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യാൻ താഴെ നിന്ന് ഞാൻ മുകളിലോട്ട് ഗുണിക്കാൻ പറഞ്ഞത്. അത് ആ മോഡൽ കണക്കുകൾ ഉണ്ട്. ആ സമയമാകുമ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഞാൻ ക്ലിയർ ചെയ്ത് പറയാം. നമുക്ക് PSCക്ക് അങ്ങനെ അധികം എന്ത് ചെയ്തിട്ടില്ല, അത് വന്നിട്ടില്ല. അതുകൊണ്ടാണെങ്കിൽ അതിപ്പോൾ പറയാത്തത്. അപ്പോൾ അത് നോക്കാം, മുകളിലോട്ട് വേണം എന്ത് ചെയ്യേണ്ടത്, ഗുണിച്ച് എഴുതേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നോക്കാം 5 × 9 × 19 ÷ 57. ഓക്കെ ആണല്ലോ. ഏതുകൊണ്ട് വെട്ടാം? നേരെ ഞാൻ 19 വിട്ടേണ്. ഒരു 19, 19, 3, 19, 57 എന്ന് വെച്ചാൽ 3 × 27, ശിഷ്ടം 2, ഒരു 3, 3, 3, 2, 5. ഓക്കെ ആണല്ലോ. അതാണ് 57 ഞാൻ ഭാഗിച്ച് എഴുതിയത്. ഇനി നോക്കാം 3ഉം 9 കൂടെ ഇട്ടാം. ഒരു 3, 3, 3, 9. 5 × 3 എത്ര ദിവസം? 15 ദിവസം. അപ്പോൾ രണ്ടിനും കൂടെ ഒരുമിച്ചാണെങ്കിൽ എത്ര ദിവസം കൊണ്ടേ ചെയ്യുള്ളൂ? 15 ദിവസം കൊണ്ടേ ആ ജോലി ചെയ്ത് തീർക്കുള്ളൂ. സംഭവം പിടിയിട്ടോ. ചെയ്യേണ്ട സ്റ്റെപ്പ് ഒന്നുമില്ല. തന്നിരിക്കുന്ന കാര്യങ്ങൾ അതേപോലെ അങ്ങ് എടുത്തെഴുതുക. 5 പുരുഷന്മാർ ഓർ 9 ഓർട്ട കാര്യങ്ങൾ അതേപോലെ എടുത്തെഴുതുക. എഴുതിയല്ലോ. അതിനുശേഷം നിങ്ങൾ ചിന്തിക്കേണ്ട കേസ് എന്താണ്? കണ്ടുപിടിക്കേണ്ട കേസ് താഴെ എഴുതുക. 3 പേര് 6 സ്ത്രീകൾ, 3 പുരുഷന്മാരും 6 സ്ത്രീകളും കൂടെ എത്ര ദിവസം കൊണ്ട് എത്ര ദിവസം കൊണ്ട് ജോലി ചെയ്ത് തീർക്കും? ഓരുടെ കണ്ടീഷൻ എല്ലാം കൂടെ അങ്ങ് കൂട്ടുക. 5 × 9 × 19 കൂട്ടുകയല്ല ഗുണിക്കുക. 5 × 9 × 19. അതിനുശേഷം താഴെ നിന്ന് മുകളിലോട്ട് ക്രോസ് ചെയ്യുക. 6 × 5 എത്ര? 30. 3 × 9 എത്ര? 27. 30+27 എത്ര? 57. 30+27 എത്രയാണ്? 57. എന്ത് ചെയ്യുക? ഭാഗിച്ചെഴുതുക. 19 കൊണ്ട് 3 പ്രാവശ്യം. 3 19, 57. അതിനുശേഷം 3, 9 കൂടെ വെട്ടുക. 3 പ്രാവശ്യം. 5 × 3 എത്ര? 15. ഓക്കെ ആണല്ലോ. അപ്പോൾ അതാ ഈ വർക്ക് ആൻഡ് ടൈമിലെ പ്രധാനപ്പെട്ട ഒരു 6 ചോദ്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. മൊത്തം 3 മോഡലിലായിട്ട് 6 ചോദ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ക്ലിയർ ചെയ്ത് പഠിച്ചു വയ്ക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല വൃത്തി നോക്കി പഠിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് എന്ത് ചെയ്യുക? അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും നന്ദി.